വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഓപ്പോ A17k എന്നുള്ള ഈ ഒരു മോഡലിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഈ ഒരു ഫോണ് വിപണിയിൽ വന്നിട്ട്. പിന്നെ മെയിൻ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്കൊരു 10,000 രൂപയുടെ താഴെ വരുന്നുള്ളൂ ഇതിൻ്റെ പ്രൈസിങ്. 10,500ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. MRPയിൽ നമുക്കിത് ഔട്ട് ബോക്സിൽ നമുക്കിത് 13,000 രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12,999 രൂപ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് നമ്മളെ കടകളിലൊക്കെ 10,500 10 രൂപയുടെ അടുത്തൊക്കെയാണ് കിട്ടുന്നത്. എനിവേ ഇതിൽ 3GB RAM 64 ഇൻറ്റേർണലാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ബേസ് വേരിയൻ്റ് ആണ്. അതായത് നമുക്ക് അണ്ടർ 10,000 റുപ്പീസിന് താഴെ വരുന്ന നല്ലൊരു ഫോണാണെന്ന് പറയാം. അപ്പോൾ ബോക്സിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇവിടെ 5000 mAh ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ കിട്ടും. പിന്നുള്ള കാര്യം അപ് ടു 4GB RAM എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് 4GB RAM എക്സ്റ്റെൻഡ് ചെയ്ത് RAM ആക്കി മാറ്റാൻ പറ്റും. ഇൻറ്റേർണൽ സ്റ്റോറേജ് കുറവാണ്, 64 ആണുള്ളത്. പക്ഷേ നമുക്ക് ഇനി 3GB RAM അത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് RAM എക്സ്റ്റെൻഡ് ചെയ്തിട്ട് RAM കൂട്ടാൻ പറ്റും. ഓക്കെ. പിന്നെ സൈഡ് ഫിംഗർ പ്രിൻ്റ് ആണ്. സാധാരണ ഇപ്പോൾ വിപണിയിലുള്ള അധിക ഫോണുകളിലും വരുന്ന പോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. പിന്നെ കൊടുത്തിട്ടുള്ളത് IPX4ൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തുള്ളികൾ അങ്ങനെയൊന്നും പെട്ടെന്ന് നമ്മൾ മഴ ചാറുന്ന സമയത്തൊക്കെ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒന്നുമില്ല, വലിയ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഒന്നുമല്ല, ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുതന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ക്വാളിറ്റിയിൽ കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോ A17kയുടെ ബോക്സ് വരുന്നത്. മെയിനായിട്ട് ഇവിടെ എ സീരീസ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു എ ലെറ്റർ വലുതാക്കി എഴുതിയിട്ടുണ്ട്, സാധാരണ എ സീരീസ് ബോക്സിൽ വരുന്ന പോലെ തന്നെ. പിന്നെ മുകളിലായിട്ട് ഇവിടെ 3GB RAM 64 ഇൻറ്റേർണൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ സൈഡിലായിട്ട് ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിലാണ് നമ്മുടെ ഇവിടെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ 5000 mAh ബാറ്ററി, അതുപോലെ തന്നെ അപ് ടു 4GB എക്സ്റ്റൻഡ് RAM, പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ്, പിന്നെ IPX4ൻ്റെ വാട്ടർ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ബോക്സിൽ നിന്ന് എടുക്കാൻ പോകണ്ടോ. ഓക്കെ, അപ്പോൾ ബോക്സിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെക്കട്ടാം. ഓക്കെ, ഇവിടെ ഓപ്പോൻ്റെ ഒരു ബ്രാൻഡിങ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ഒരു ഓപ്പോൻ്റെ ബ്രാൻഡിങ് കാണാം. ജസ്റ്റ് അത് പൊക്കി നോക്കാം. യെസ് ഗൈസ്, അപ്പോൾ ഇതിലാണ് നമ്മുടെ വാറൻറ്റി പേപ്പേഴ്സ്, യൂസർ മാനുവൽ, അതുപോലെ തന്നെ TPU കേസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ഇത് ഒന്ന് മാറ്റി വെക്കാം. വേറെ എന്തൊക്കെയുണ്ട് നോക്കാം. ഇനി നമ്മുടെ ഡിവൈസ് കാണാം. ഓക്കെ, ഓപ്പോ A17k ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. അത്യാവശ്യം വലിയൊരു ചാർജർ തന്നെയാണ്. 2 ആംപിയർ ഔട്ട്പുട്ട് വരുന്ന അത്യാവശ്യം നല്ലൊരു ചാർജറാണ്. അപ്പോൾ ഈ ഒരു ചാർജർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണോ എന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഫോണിന് സ്പെക്ക് നോക്കുന്ന ടൈമിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ചാർജിങ് പോർട്ട് നോർമൽ ടൈപ്പാണ്, ടൈപ്പ് സി അല്ല വരുന്നത്. പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കണം, 10 രൂപയുടെ താഴെയാണ്, 10,000 രൂപയുടെ താഴെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ ഓപ്പോ എന്ന് കണ്ടപ്പോൾ പൊളിച്ച ആ ഒരു ചെറിയൊരു ബോക്സിൽ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിലായിട്ട് നമ്മുടെ TPU കേസ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ കാരണം പുറത്ത് നമുക്ക് നോക്കിയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കേസ്, ഒരു അടിപൊളി കേസ് വരുന്നുണ്ട് കേട്ടോ. ഒരു അടിപൊളി കേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. സൈഡൊക്കെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് സേഫ്റ്റി ഗൈഡ് വരുന്നുണ്ട്, പിന്നെ വാറൻറ്റി പേപ്പർ, പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിലായിട്ട് കിട്ടിയത് കേട്ടോ. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. ബാക്ക് ഭാഗം നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ കളർ ഒരു ഗോൾഡ് കളറാണ് നമ്മൾ വാങ്ങിയത്. ഓക്കെ, അപ്പോൾ 5000 mAh ബാറ്ററി. പിന്നെ നമ്മൾ ബോക്സിൽ കണ്ട സംഭവം തന്നെ അവിടെ എഴുതിയിട്ടുള്ളത്, ജസ്റ്റ് ഫീൽ ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ഡിവൈസ്. ആദ്യം നമുക്ക് പൗച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പൗച്ച് നല്ല അടിപൊളി പൗച്ച് കേട്ടോ. നല്ല അത്യാവശ്യം സേഫ്റ്റി ഒക്കെ ഉണ്ട്. സൈഡിലായിട്ട് നല്ല ഒരു സേഫ്റ്റി ആയിട്ട് വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ കണ്ടില്ലേ,
അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ബാക്ക് കവറാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് ഇവിടെയൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് നമ്മൾ ചാർജിങ് കേബിളിൻ്റെ ഭാഗത്തൊക്കെ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് വശം വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ക്യാമറ മൊഡ്യൂൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒറ്റൊരു ക്യാമറ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ അതന്നെ വലുതാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ. പിന്നെ താഴെയായിട്ട് ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് ഇവിടെ AI ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓപ്പോൻ്റെ ഒരു ബ്രാൻഡിങ് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാക്ക് വശം വരുന്നത്. ഓക്കെ, ഇനി ഫോണിൻ്റെ ഉൾവശം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ലോക്കൊക്കെ സെറ്റ് ചെയ്ത് ഫോണൊക്കെ ഒന്ന് ബൂട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ വോളിയം കൂട്ടുന്ന സമയത്ത് നമുക്കിവിടെ 200 കാണാൻ പറ്റി. അതെന്ത് സംഭവം എന്ന് അറിയില്ല, ഏതായാലും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്ത ടൈമിൽ കമ്പനി കൊടുത്ത ആപ്പുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഒരുപാട് റിമൂവ് ചെയ്തു. ചില നമ്മൾ ജോഷ്, മോജി അങ്ങനത്തെ ആപ്പുകളൊക്കെ കമ്പനി കൊടുത്ത ആപ്പുകൾ ഇതിൽ കണ്ടിരുന്നു. അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പോയുടെ കളർ OS ആണ് നിങ്ങൾ കാണുന്നത്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഔട്ട് ഓഫ് ബോക്സ് തന്നെ ആൻഡ്രോയിഡ് 12 കിട്ടുന്നുണ്ട്. പിന്നെ വലിയൊരു പ്ലസ് പോയിന്റ് പറയുകയാണെങ്കിൽ റാമിൻ്റെ കാര്യത്തിൽ, റാം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4GB റാമൊക്കെ ഉള്ള ഒരു മൊബൈൽ ഫോൺ കിട്ടും. എങ്കിലും 3GB റാമാണ് ഇൻറ്റേർണലായിട്ട് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് 1GB എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റോറേജിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ടോട്ടൽ 4GB റാം നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നോർമൽ ആയിട്ടുള്ളൊരു 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 6.56 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഫോൺ എന്ന് പറയുമ്പോൾ ക്യാമറ നമ്മൾ ഏതായാലും ഒരു ഡീസൻറ്റ് ക്വാളിറ്റിയെ മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ. അപ്പോൾ ബാക്ക് ക്യാമറ, അതായത് റിയർ ക്യാമറ 8 മെഗാ പിക്സലിനാണ് കൊടുത്തിട്ടുള്ളത്, 8 മെഗാ പിക്സൽ. ഫ്രണ്ട് ക്യാമറ ഒരു 5 മെഗാ പിക്സലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്യാമറ തന്നെ ഓപ്പോൻ്റെ ക്യാമറ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി, ഒരു ഡീസൻറ്റ് ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു നോർമൽ യൂസർക്ക് നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കൊരു 10 രൂപ റേഞ്ചിൽ 10,000 രൂപയുടെ ആ ഒരു അടുത്തൊക്കെ വരുന്ന ഫോണുകളെ കൂട്ടത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യൂസിങ്ങിന് പറ്റിയൊരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ്. ക്യാമറയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. സാധാരണ ഓപ്പോയുടെ ഫോണുകളിലൊക്കെ ഉള്ള പോലെ തന്നെ കുറച്ച് ഓപ്ഷൻസും എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ 5x വരെയാണ് സൂമിങ് വരുന്നത്. അപ്പോൾ ക്യാമറയുടെ ക്വാളിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ബാക്ക് ഭാഗമൊക്കെ നല്ലൊരു ഒരു വെറൈറ്റി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. ഈ ഒരു ഓപ്പോ A17kയുടെ ചെറിയൊരു റിവ്യൂ, അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.